ഇവിടെ പാത്തും പതുങ്ങി നടക്കുന്നത്? എന്താ പ്രശ്നം? സാർ, ഇവിടെ മൊത്തത്തിൽ അന്തരീക്ഷം രോമാവൃതമാണ്. ഏത് നിമിഷവും ഇടിയും മഴയും ഉണ്ടാകാം. താൻ കഴിഞ്ഞ ദിവസം ആ പറമ്പിലേക്ക് ചുറ്റി തികഞ്ഞ് നടക്കുന്നത് ഞാൻ CCTV കണ്ടിരുന്നു. തനിക്ക് എന്താണ് അവിടെ പണി? അതെ, അത് ഞാൻ പച്ചച്ചീര അന്വേഷിച്ചു പോയതാ. പച്ചച്ചീര പരിപ്പിട്ട് കറി വെച്ചാൽ ഇവിടുത്തെ ഭ്രാന്തന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സാറെന്തിനാ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കരിയിലേക്ക് ചകയുന്നുണ്ടത്? അവിടെ വല്ല ബോംബോ ഉണ്ടോ നോക്കിയതാണോ? ബോംബോ? താൻ എന്തൊക്കെയാ പറയുന്നത്? താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇന്നു മുതൽ എല്ലാവർക്കും രാത്രി നേരത്തെ ഭക്ഷണം കൊടുത്തിരിക്കണം. ആരെങ്കിലും പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടാൽ എന്നെ വിവരം അറിയിക്കണം. ബാക്കി ഞാൻ പിന്നെ പറയാം. മത്തങ്ങ കോഞ്ചം കറി പറ്റാനൊക്കെ ഇതാ മത്തങ്ങ മത്തങ്ങയാ? മത്തങ്ങ എട വിട്ടി, ഇത് തണ്ണിമത്തങ്ങ. തണ്ണിമത്തങ്ങ. ഓ തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ. നീ അതെ ഒരു കറിയിലും ഇടണ്ട. കുരുകുരാന്ന് അരിയ. ചോപ്പ് എനിക്ക്, പച്ച നിനക്ക്. ഓ ചോപ്പ് ആശാൻ, പച്ച നിനക്ക്. കുറച്ച് വേണമെങ്കിൽ മാനേജർക്കും കൊടുത്തു. കുറച്ച് മാനേജർ. ചോപ്പ് ആശാൻ, പച്ച എനിക്ക്. മാനേജർ പച്ച അച്ചായ, ചോപ്പ് ആശാൻ, പച്ച സുമശീല, ഞാനൊരു രഹസ്യം പറയാം. ഇവിടെ നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. താൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇവിടെ ആകെപ്പാടെ ഒരു പ്രശ്നങ്ങളുണ്ട്. സംഗതി ഞാൻ പറയുന്നത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാനേ ഇവിടെയുള്ള എല്ലാ റൂമുകളിലേക്കും ഒന്ന് ഒളിഞ്ഞു നോക്കണം. സംശയകരമായിട്ട് എന്തെങ്കിലും കണ്ടാൽ എന്നെ വിവരം അറിയിക്കണം. അതിലേ ഞാൻ ശമ്പളത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരാം. അക്കാര്യം ഞാൻ ഏറ്റു സാറേ. പണ്ട് ഒളിഞ്ഞു നോക്കിയിട്ട് ഒരുപാട് തല്ല് കിട്ടിയിട്ടുള്ളതാ. ഞാൻ അങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ സാറിന്റെ റൂമിലേക്ക് ഞാൻ ഒളിഞ്ഞു നോക്കും. ഇപ്പോൾ എന്നെ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു. അവർക്കെന്തോ പ്രധാന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രിയാണോ ദിവസം? ഇന്ന് രാത്രിയാണോ നശിച്ച ദിവസം? പറഞ്ഞു വരുന്നത് അതെ, അത് തന്നെ. മരണത്തിന്റെ മഹാസ്ഫോടനങ്ങൾ നടത്താൻ അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം ഇന്ന് രാത്രിയാണ്. എന്നെ has confirmed it. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി എന്ത് ചെയ്യും സാർ? നമ്മൾ ഇന്ന് ആരും പുറത്തേക്ക് പോരുത്. പുറത്ത് ചുറ്റും പോലീസ് ഉണ്ട്. നമ്മൾ ഇന്ന് ഉറങ്ങാതെ കാത്തിരിക്കണം. എന്ത് വില കൊടുത്ത് മനുഷ്യജീവൻ നമ്മൾ സംരക്ഷിക്കണം. പിന്നെ ഇൻസ്പെക്ടർ ഒരു കാര്യം കൂടി എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ കാര്യം. എന്താണ് സാർ അത്? അസം ഫിത്തൂർ എന്ന് പറയുന്ന ആ കൊടും ഭീകരൻ അവന്റെ എല്ലാ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് നിന്നാണ്. അവനിതെങ്ങനെ സാധിക്കുന്നു സാർ? ഒരു ഭ്രാന്തനായി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനായി അഭിനയിച്ചുകൊണ്ട് നമ്മയെല്ലാം വിഡ്ഢിയാക്കിക്കൊണ്ട് മരണത്തിന്റെ വല വിരിച്ചുകൊണ്ട് അവൻ ഇവിടെ കഴിയുകയാണ്, നമ്മുടെ തൊട്ടടുത്ത്. ഈശ്വര, അവൻ ആരെന്നറിയാതെ
നമ്മൾ എങ്ങനെ അതിനെ തടുക്കും സാർ? എനിക്കറിയില്ല കർത്താവേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണേ. Now you can remove your mask and go to hell. ഇൻസ്പെക്ടർ, ഈ കളി അവസാനിച്ചിട്ടില്ല. ഇതൊരു ചൂത് കളിയാണ്. പണ്ട് കൊട്ടാരത്തിലെ അകത്തളങ്ങളിൽ നടന്നിരുന്ന പകിട കളിയല്ല ഇത്. പുതിയ കാലത്തിലെ ചതുരംഗ കളി. ഈ കളിയിൽ ജയിക്കുന്നവൻ മരിക്കണം. ഞാനിവിടെ ജയിച്ചിരിക്കുന്നു. എനിക്കിനി മരിക്കാം, സ്വർഗത്തിൽ പോകാം. യു ക്യാൻ ഷൂട്ട് മീ ഇൻസ്പെക്ടർ, യു ക്യാൻ ഷൂട്ട് മീ. എന്റെ പ്ലാൻ അനുസരിച്ച് ഈ നഗരം മുഴുവൻ ഇന്ന് മരണം താണ്ഡവമാടും. മരണം, മരണം, മഹാമരണം. ഇല്ലടാ, നിന്റെ എല്ലാ പ്ലാനും ഇവിടെ അവസാനിച്ചു. നീ ഇനി ഈ രാജ്യത്ത് ഒരു പടക്കം പോലും പൊട്ടിക്കില്ല. നിങ്ങൾക്ക് തെറ്റി ഇൻസ്പെക്ടർ. നിങ്ങൾ എന്റെ പുറകെ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് മാറ്റി. പ്ലാൻ ബി. ഇന്ന് ഇവിടെ നിന്നും വേസ്റ്റ് കയറ്റി പോയ ലോറിയിൽ എന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ മനോഹരമായ ഒരു സമ്മാനപ്പൊതി ഞാൻ കൊടുത്തേച്ചിട്ടുണ്ട്. ഒരു RDX സമ്മാനപ്പൊതി. ഈ നഗരത്തിലെ എല്ലാ രാസ ഫാക്ടറികളിലും ഇന്ന് പൊട്ടിത്തെറിക്കും. മനുഷ്യൻ ഇവിടെ ഈ ആമ്പാറ്റുകളെ പോലെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കും. മിസ്റ്റർ അസം ഫിത്തൂർ, നീ ആരോടാണ് കളിക്കുന്നതെന്ന് മറന്നുപോയിരിക്കുന്നു. നിന്റെ സമ്മാനപ്പൊതിയും നിന്റെ കൂട്ടുകാരും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾ അല്പം വൈകി. ഞാനത് വിശ്വസിക്കില്ല ഇൻസ്പെക്ടർ. അവർ പിടിക്കപ്പെട്ടോ? എങ്ങനെ? മാസങ്ങളായുള്ള എന്റെ പ്ലാനിങ് അത് തകർന്നെന്നോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അവർ പിടിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കില്ല ഇൻസ്പെക്ടർ, വിശ്വസിക്കില്ല. നോ, ശിവറാം അവന്റെ മുഖം മൂടി മാത്രം. ഇവൻ ഈ നഗരം ചുട്ടുകരിക്കാൻ എത്തിയ ജിഹാദിയാണ് അസം ഫിത്തൂർ. പറയൂ ഇൻസ്പെക്ടർ, എന്റെ ശ്രമങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? എങ്ങനെയാണ് അവർ പിടിക്കപ്പെട്ടത്? ഞാൻ എങ്ങനെ തോറ്റു? നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചത് നിന്റെ തന്നെ തന്ത്രമാണ്, പരകായ പ്രവേശം. നീ ഇവിടെ ഒരു രോഗിയായി അഭിനയിച്ചപ്പോൾ ഇവിടെയുള്ള 40 രോഗികളെയും ഒരു നിഴൽ പോലെ പിന്തുടരാൻ ഞങ്ങളും ഒരാളെ അയച്ചു. NIA വളരെ സമർത്ഥനായ ഇൻവെസ്റ്റിഗേറ്റർ മിസ്റ്റർ കൈലാസ് നാഥ്. അവൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അസം ഫിത്തൂർ. കൈലാസ്, you
ഇവിടെ അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. യെസ് ഡോക്ടർ, അയാൾ ഇവിടെ തന്നെയുണ്ട്. മിസ്റ്റർ കൈലാസ് നാഥ്. ഇത് നമ്മുടെ ഗുണശീലനല്ലേ? നോ, ഈസ് മിസ്റ്റർ കൈലാസ് നാഥ്. രാവിലെ സംശയകരമായി വേസ്റ്റ് വാഹനം പോയ വിവരം കൈലാസാണ് ഞങ്ങളെ അറിയിച്ചത്. സാർ, ഇവനിവിടെ രഹസ്യമായി കുഴിച്ചുമൂടിയ ഇവന്റെ ടെററിസ്റ്റ് ഓപ്പറേഷൻ പ്ലാന്റെ രൂപരേഖയും കൂടാതെ പാകിസ്ഥാൻ പൗരനായ ഇവനെ കുറിച്ചുള്ള സകല ഡയറി കുറിപ്പുകളും. താങ്ക് യു മിസ്റ്റർ കൈലാസ്. ഇല്ല, ഞാൻ പരാജയപ്പെടില്ല. ഞാൻ തിരിച്ചു വരും. ഇവിടെ ജിഹാദ് ജയിക്കും. എന്റെ ജിഹാദൊക്കെ ഇനി അങ്ങ് തിഹാർ ജയിലിൽ. കൈലാസ്, ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി വന്നോളൂ. ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുകയാണ്. പുറത്ത് ഇവന്റെ മരണവണ്ടി കാത്തു നിൽപ്പുണ്ട്. താങ്ക് യു. സാർ, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. ആളറിയാതെ ഞങ്ങൾ സാറിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. സാരമില്ല ഡോക്ടർ, ഇതെല്ലാം ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. രാജ്യസുരക്ഷയ്ക്കായി ഞങ്ങൾക്ക് പല വേഷങ്ങളും കെട്ടേണ്ടി വരും. ചിലപ്പോ കോമാളി, ചിലപ്പോ കൊലയാളി. ഞാനിവിടെ ഒരു കോമാളിയായിരുന്നു. സാർ അങ്ങനെ കണ്ടാ മതി. എന്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അച്ഛൻ വീട്ടുകാരെ കുറിച്ചെല്ലാം കൃത്യമായി പറയുന്നു. അച്ഛൻ ഇപ്പോൾ നോർമലാണ് സാർ. ഈ രാത്രിയിൽ ശബ്ദവും ബഹളവുമെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിനേറ്റ ഷോക്കിനെ മാറ്റിയിട്ടുണ്ടാവും. അതെ സാർ, ഇപ്പോൾ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ എന്തൊക്കെയോ പാടി കരയിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാർ, അങ്ങനെ ഒന്നില്ല. ഇനി എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കണം, അതും ഒരു സന്തോഷ കവിത പാടി. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴി ഓർത്തോർത്തു പോകണം, മുള്ളു പതിച്ചൊരാവേ